നമസ്കാരം. SV ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. വിഷയത്തിലേക്ക് വരാം. നമുക്ക് അറിയാവുന്നതുപോലെ നേമത്ത് ശക്തമായ ഒരു മത്സരം നടക്കുന്നു. ഒരു ത്രികോണ മത്സരം എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മത്സര രംഗമാണ് അവിടെയുള്ളത്. ഇതവിടെ നേമം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ദുർബലനായ സ്ഥാനാർത്ഥി UDF-ൻ്റെതാണ്. അത് കാലാകാലങ്ങളായി രാജഗോപാലിനെ 2016 വിജയിപ്പിച്ച കാലം മുതൽ തന്നെ അങ്ങനെ തന്നെയാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അവിടെ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDF-ൻ്റെ സ്ഥാനാർത്ഥി ദുർബലനായി പോകും. അതിന് എത്ര മഹാരഥന്മാർ വന്നവിടെ മാറ്റുരച്ചാലും അതങ്ങനെയാ. കാരണം എന്താണ്? കോൺഗ്രസ്സുകാർ BJPക്ക് വളരാൻ വേണ്ടിയിട്ട് ഒരുക്കിയെടുത്ത ഒരു നല്ല മണ്ണാണ് ഈ പറയുന്ന നേമം. അതുകൊണ്ട് തന്നെ നേമം മണ്ഡലത്തിലേക്ക് ഞാൻ ആദ്യം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് കർണാടകയിൽ നിന്നെത്തിയ ഒരു രാജീവ് ചന്ദ്രശേഖർ കയറി പായെടുത്ത് വിരിച്ച് കിടപ്പുമായി. എന്നാൽ ഈ രാജീവ് ചന്ദ്രശേഖറിന് ചില പ്രശ്നങ്ങളുണ്ട്. രാജീവ് ചന്ദ്രശേഖർ നമുക്കറിയാം, ചില സമയങ്ങളിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ഗോപാലകൃഷ്ണൻ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ ഗുരുവായൂരിൽ ഹിന്ദു MLA-മാർ വന്നിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്ക് ഭയങ്കര പരാതി. അദ്ദേഹത്തെ ആ ദൗത്യം ഏൽപ്പിച്ച കൊടുങ്ങല്ലൂരമ്മയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ നാണം കെട്ട വർത്തമാനം പറഞ്ഞു. ആ നാണം കെട്ട വർത്തമാനം പറഞ്ഞ പാടെ തൊട്ട് പിന്നാലെ പറയുന്ന മക്കയിലും അതുപോലെ ഇസ്ലാം രാഷ്ട്രങ്ങളിൽ നിന്ന് എന്തുകൊണ്ടാണ് ഹിന്ദു ആയിട്ടുള്ള ഒരു MP വരാത്തത് എന്ന ഒരു വൃത്തികെട്ട, ഒരു ബോധമില്ലാത്ത ഒരു ചോദ്യം ചോദിക്കുന്ന ഒരു സംസ്ഥാന അധ്യക്ഷൻ, ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെ കാണുന്ന ഒരുപക്ഷെ ഇതാദ്യമായിട്ടായിരിക്കും. ഇതിനു മുൻപ് ഉണ്ടായിരുന്ന ഒരു സംസ്ഥാന അധ്യക്ഷൻ ഉണ്ടായിരുന്നു K സുരേന്ദ്രൻ. പുള്ളി കഴിഞ്ഞ തവണ പ്രവചിച്ചത് 35 സീറ്റ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 35 സീറ്റുകൾ വരെ പ്രവചിച്ചു പോയ ഒരാളാണ്. അന്നും അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. കേരളം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് BJP ആയിരിക്കും എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, അതൊക്കെ നമ്മൾ അംഗീകരിച്ചു. പിന്നെ അദ്ദേഹം ആ സമയത്തുണ്ടായിരുന്ന ചോരത്തിളപ്പ് കാരണം പറഞ്ഞു എന്ന് മാത്രം. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അഡ്വക്കേറ്റ് സുരേഷ് എന്ന് പറയുന്ന BJPയുടെ നേതാവും ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറയുന്നു കേരളം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് BJP ആയിരിക്കും എന്ന് പറഞ്ഞു. സംഭവമൊക്കെ കൊള്ളാം, നല്ല രസമുണ്ട്, കേൾക്കാനൊരു ഇമ്പമുണ്ട്. ഈ ഇമ്പം കേട്ട് കമ്പം കയറിയാണ് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ അവിടെ പോയി സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയായി മാറിയത്. അപ്പം ദേശീയ തലത്തിൽ നിന്ന് ആലോചിച്ചപ്പോൾ ശരിയായി, ഇങ്ങനെ അവിടെ പോയി നിന്നോട്ടെ എന്ന് വിചാരിച്ചു. അവിടെ നിന്നിട്ട് പോരാം, ഇനിയിപ്പോൾ ശിവൻകുട്ടിയെ വെല്ലുവിളിക്കുകയാണ്. അതായത് V ശിവൻകുട്ടി എന്ന് പറയുന്ന നേമത്തിൻ്റെ MLA-യും സംസ്ഥാനം ഭരിക്കുന്ന സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പിലെ മന്ത്രിയുമാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതായത് കുട്ടികളുടെ മന്ത്രിയപ്പൂപ്പൻ V ശിവൻകുട്ടി എന്ന് പറയുന്ന ഒരു നേതാവ് ഇന്ന് തിരുവനന്തപുരം നേമം മണ്ഡലത്തിൽ നിന്ന് MLA ആയി നിൽക്കുന്നതിനും മന്ത്രിയായി നിൽക്കുന്നതിനും കാരണം അമ്മായിയച്ഛൻ്റെ കാശ് കൊണ്ടല്ല എന്നുള്ള കാര്യം കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം. അദ്ദേഹം SFI കാലം മുതൽ DYFI കാലം മുതൽ പിന്നെ CPM-ൻ്റെയും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം മേയറായിട്ടും കൗൺസിലറായിട്ടും ഒക്കെയാണ് അദ്ദേഹം MLA ആയതും ഇന്നിപ്പോൾ മന്ത്രിയായി നിൽക്കുന്നു. എന്ന് വെച്ചാൽ പ്രവർത്തനം താഴേക്കിടയിൽ നിന്നുള്ള പ്രവർത്തനമായിരുന്നു എന്ന് ചുരുക്കം. രാജീവ് ചന്ദ്രശേഖർ ആകട്ടെ അങ്ങനെ ആയിരുന്നില്ല. BPL എന്ന് പറയുന്ന കമ്പനി തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ അമ്മായിയച്ഛനെ നമ്പ്യാർ സാറിനെ തോൽപ്പിച്ച് അദ്ദേഹം അറിയാതെ 64% വരുന്ന BPL കമ്പനിയിൽ ഓഹരിയും സ്വന്തമാക്കി കേസും പറഞ്ഞ് അമ്മായിയച്ഛനെ സെറ്റിലാക്കി. 250 കോടിക്കെങ്ങാണ്ട് സെറ്റിലാക്കി. ആ കമ്പനി എടുത്ത് വിറ്റു. ആ കമ്പനി SR എന്ന് പറയുന്ന ഗ്രൂപ്പിന് വിറ്റു. SR ഗ്രൂപ്പിന് വിറ്റിട്ട് നേരെ വന്ന് കുറേ പൈസ ഉപയോഗിച്ചുകൊണ്ട് കർണാടകയിൽ നിന്ന് രാജ്യസഭാ അംഗമായി ഇതിലേക്ക് വരുന്നു. ആദ്യം സ്വതന്ത്രനായിട്ടായിരുന്നു, പിന്നെ BJP-യിലേക്ക് മാറി. അങ്ങനെ MLA-മാർക്ക് കാശ് കൊടുത്ത് വോട്ട് ചെയ്യിച്ച് രാജ്യസഭാ അംഗമായി, അങ്ങനെ മന്ത്രിയായി. അങ്ങനെയൊക്കെ വന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം താഴേക്കിടയിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് അറിയില്ല. ഇവിടെ ചില ആൾക്കാർ പറയുന്നേക്കും ഇദ്ദേഹമാണ് യഥാർത്ഥ മന്ത്രി. എന്തറിഞ്ഞിട്ടാണ് ഇദ്ദേഹം മന്ത്രിയാവുക? എന്താണ് രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം മന്ത്രിയാവുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം കേരളത്തിന് ലഭിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഇവിടെ കേരളത്തിന് വളരാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ സംസ്ഥാന സർക്കാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കേരളത്തിൽ ആദ്യമായിട്ട് IT പാർക്ക് വരുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കാണെന്നേ. ഇതെല്ലാം വന്നു കഴിഞ്ഞു നമ്മുടെ സംസ്ഥാനത്ത്. ഇനി എന്താണ് വരേണ്ടത്? ഇനി ഏത് തരത്തിലാണ്? അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ പോലെ സ്ത്രീകളെ KSRTC ബസ്സിനകത്ത് സൗജന്യമായിട്ട് കൊണ്ടുപോയാൽ മതിയോ? വികസനമാകണമെങ്കിൽ അതൊക്കെ മതിയോ? പോരാ. അപ്പോൾ അതിനുവേണ്ട എല്ലാ പശ്ചാത്തല സൗകര്യങ്ങളും ഇവിടുത്തെ സർക്കാർ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. ആ സർക്കാരിനെ വെല്ലുവിളിക്കാൻ തയ്യാറായിരിക്കുകയാണ്. അതായത് സംവാദത്തിന് തയ്യാറാണ് എന്നാണ് പറയുന്നത്.
അപ്പോൾ ശിവൻകുട്ടി പറഞ്ഞു ഞാനും പരസ്യ സംവാദത്തിന് തയ്യാറാണ്. അതായത് പിന്നെ നിയമമണ്ഡലത്തിലെ വികസന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരു പരസ്യ സംവാദത്തിന് താൻ തയ്യാറാണ് എന്ന് വി ശിവൻകുട്ടി അടിയുറച്ചു പറഞ്ഞു, തറപ്പിച്ച് പറഞ്ഞു. എന്നിട്ട് ശിവൻകുട്ടി എന്ന സ്ഥലവും തീയതിയും നിശ്ചയിച്ചു. തിരുവനന്തപുരം പൂജപ്പുര ഗ്രൗണ്ടിൽ 29-ാം തീയതി രാവിലെ 10 മണി മുതൽ സംവാദത്തിന് താൻ തയ്യാറാണ് എന്ന് വി ശിവൻകുട്ടി ചങ്കൂറ്റത്തോടെ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു. മുട്ടിടിച്ചു പോയി. അപ്പോഴേക്ക് ഇത് കേട്ട് സംവാദത്തിന് തയ്യാറാണ് എന്ന് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് രാജീവ് ചന്ദ്രശേഖരൻ്റെ കിളി പോയി. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു 29-ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിൽ വരുന്ന സമയമാണ്. അപ്പോൾ പിന്നെ അങ്ങനെ വരുന്നത് കൊണ്ട് എനിക്ക് പങ്കെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ശിവൻകുട്ടി വീണ്ടും ചെക്ക് വെച്ചു. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യ്, നിങ്ങളൊരു സമയം പറ, നിങ്ങൾ തീയതി പറ, ഞാൻ റെഡി. ഏതെങ്കിലും ഒരു മന്ത്രിക്ക് തൻ്റെ ഇടമുണ്ടോ ഈ പറയുന്ന പോലെ പിന്നെ ഈ രീതിയിൽ ഇങ്ങനെ ഈ ഒരു വെല്ലുവിളി ഏറ്റെടുക്കാൻ? നമ്മുടെ ഈ പറയുന്ന പോലെ രാജീവ് ചന്ദ്രശേഖരനോട് തിരിച്ച് ഈ ശിവൻകുട്ടി ഒരു ചോദ്യം ചോദിച്ചാൽ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ രാജീവ് ചന്ദ്രശേഖർ തയ്യാറാണോ? ഇല്ല. പക്ഷേ ശിവൻകുട്ടിയെ പോലൊരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം, ഇവിടെ വിദ്യാഭ്യാസ വകുപ്പിനെ ഇത്രയിടം വരെ കൊണ്ടെത്തിച്ച് ഇവിടെ മികച്ച രീതിയിൽ ഒരു വകുപ്പിനെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ നിയമം പോലെ ഒരു മണ്ഡലത്തിൻ്റെ സർവ്വതോന്മുഖമായ വികസനത്തിന് വേണ്ടി തൻ്റെ പ്രായവും എല്ലാം മറന്നു നിന്നുകൊണ്ട്, ഇപ്പം പ്രായവും ആരോഗ്യവും എല്ലാം മറന്നുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശിവൻകുട്ടിയെ പോലൊരു മന്ത്രിയെ എതിരിടാനുള്ള ചങ്കുറപ്പും തൻ്റെ ഇടവും ബോധ്യവും ഈ പറയുന്ന നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരു നേതാവിന് ഇല്ല തന്നെ. ഡേറ്റകളുടെ ബലത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ രാജീവ് ചന്ദ്രശേഖരന് തയ്യാറുണ്ടാവില്ല. വെറുതെ പറയാം. ഈ രാജീവ് ചന്ദ്രശേഖർ തന്നെ ഇവിടെ ശിശുമരണ നിരക്ക് ഈ കുറയുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ചെറുപ്പക്കാരെല്ലാം വിദേശത്തേക്ക് പോകുന്നതുകൊണ്ടാണ്, വിദേശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ ശിശുമരണ നിരക്ക് കുറയുന്നതെന്ന് പറഞ്ഞ ഒരു ഭൂലോക മണ്ഡലത്തിൽ എഴുന്നള്ളിച്ച ഒരു നേതാവല്ലേ ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ അല്ലേ? ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. എന്നാൽ ഈ രാജീവ് ചന്ദ്രശേഖർ എന്ന് മനസ്സിലാക്കുക, അതേ അമ്മായിച്ചൻ്റെ കാശ് കൊണ്ട് വലുതായ മനുഷ്യനല്ല പിന്നെ നമ്മുടെ വി ശിവൻകുട്ടി. അധ്വാനിച്ച് തന്നെയാണ്, ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിച്ച് തന്നെയാണ്, ആ പ്രവർത്തന പരിചയത്തിൻ്റെ ഊർജ്ജം ഏറ്റുകൊണ്ടാണ്, ആ സംഘടനയുടെ ബലവും കൊണ്ടാണ് വി ശിവൻകുട്ടി എന്ന് പറയുന്ന ഒരാൾ ഇന്ന് മന്ത്രിയായി കേരളത്തിലെ കുട്ടികളുടെ സ്വന്തം മന്ത്രി അപ്പൂപ്പൻ എന്നുള്ള നിലയിലേക്ക് മാറിയിരിക്കുന്നത്. എന്നിട്ട് ഏറ്റവും കൂടുതൽ പ്ലേറ്റ് തിരിച്ചിട്ട് പറയണം മുഖ്യമന്ത്രി സംവാദത്തിന് വരാൻ. ഇപ്പോൾ ഒരു തൃത്താലയിൽ ഒരുത്തനുണ്ട്, VT ബൽറാം, MP രാജേഷിനെ വെല്ലുവിളിച്ചിരുന്നു. എന്നിട്ട് MP രാജേഷ് അങ്ങോട്ട് കാര്യമായിട്ട് പറഞ്ഞു ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു തൃത്താലയുടെ വികസനത്തെക്കുറിച്ച് സംസാരിക്കാൻ എന്ന് MP രാജേഷ് തൻ്റെ ഇടത്തോടെ മുണ്ട് മടക്കി കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ തൃത്താലയിലെ ആ VT ബൽറാമിനെ എണീറ്റ് നിൽക്കാൻ പോലും കെൽപ്പില്ലാത്ത മൂത്രം ഒഴിച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് ഏറ്റവും കൂടുതൽ പറഞ്ഞു ഔദ്യോഗികമായി ക്ഷണിക്കണം എന്ന് പറഞ്ഞു. അതിനും തയ്യാറായി MP രാജേഷ്. ഔദ്യോഗികമായി ക്ഷണിച്ചപ്പോൾ വീണ്ടും അങ്ങനെ പറ്റത്തില്ല, മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനോടൊപ്പം ഇരിക്കണമെന്ന്. ഇങ്ങനെയാണോ? മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളി? സൗകര്യമില്ല. നിങ്ങൾക്ക് അതായത് VT ബൽറാം പിന്നെ എന്ത് അർത്ഥത്തിലാണ്, പിന്നെ എന്ത് ബലത്തിലാണ് ഈ MP രാജേഷിനെ പോലൊരു മന്ത്രിയെ പിന്നെ ഈ പറയുന്ന വെല്ലുവിളിച്ചത് വികസനം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട്? എന്ത് ബലത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ ശിവൻകുട്ടിയെ പോലൊരു മന്ത്രിയെ വെല്ലുവിളിക്കുന്നത്? അപ്പോൾ ഇതിൽ തന്നെ നോക്കിക്കോളൂ. ഈ രണ്ട് പേരും ഈ ഒരു സിനിമയുണ്ടല്ലോ നമ്മുടെ അയ്യപ്പനും കോശിയും. ഇപ്പം അയ്യപ്പനും കോശിയിൽ അവരുടെ വീട്ടിൽ വന്ന് നിന്നുകൊണ്ട് നിങ്ങൾ പിന്നെ അയ്യപ്പൻ അയാളോട് കോശിയോട് വിളിച്ചു ചോദിക്കും നിങ്ങൾ കുടുംബപരമായിട്ട് പൊട്ടന്മാരാണോ എന്ന് ചോദിക്കുന്ന പോലെ ചോദിക്കേണ്ടി വരും രാജീവ് ചന്ദ്രശേഖരനോടും VT ബൽറാമിനോടും. ആ രീതിയിലുള്ള ചോദ്യങ്ങളും അതേപോലെയുള്ള വെല്ലുവിളികളല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വെല്ലുവിളിക്കാം. ആ വെല്ലുവിളിക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഡേറ്റകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ വെല്ലുവിളിച്ച് തർക്കിച്ച് ജയിക്കാൻ ശേഷിയുള്ളവരോട് മാത്രമേ ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ ആണെങ്കിലും VT ബൽറാം ആണെങ്കിലും ഇനിയും BJPയിലെയോ കോൺഗ്രസിലെ ഏത് ഉന്നതനായ നേതാവാണെങ്കിലും ശ്രമിക്കാവൂ. ഇല്ലെങ്കിൽ വലിയ പാടാണ്. ഇതുപോലെ ഇളിഭ്യരായി നാട്ടുകാരുടെ മുമ്പിൽ നാണം കെട്ട് തലയിൽ മുണ്ടിട്ട് ഒളിച്ചോടേണ്ടി വരുമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.